നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ റോമാലേഖനത്തിലൂടെയുള്ള ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ സീരീസിൻ്റെ പേര് കൊടുത്തത് തന്നെ അങ്ങനെയാണ്, ജേർണി ത്രൂ ദി എപ്പിസ്റ്റൽ ഓഫ് റോമൻസ്. നമ്മൾ ഈ വാക്യങ്ങളിലൂടെയൊക്കെ വളരെ ഒച്ചഴയുന്ന പോലെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. പലർക്കും ചിലപ്പോൾ എല്ലാ സെഷൻസും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. എന്നാൽ നമ്മുടെ മീറ്റിങ്ങിൻ്റെയൊക്കെ ലിങ്കുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ക്രമമായിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ വീണ്ടും അവസരമുണ്ടെന്ന കാര്യം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പലരും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത് കാണുന്നുണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ചിലർ യൂട്യൂബ് ലിങ്ക് വരാൻ താമസിച്ചാൽ ഈ ആഴ്ചയിൽ മീറ്റിംഗ് നടന്നില്ലയോ എന്ന് വരാൻ ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ സഭയിലല്ല, പുറത്തൊക്കെയുള്ള ആളുകളൊക്കെ, എന്നെ പരിചയമുള്ളവരൊക്കെ അത് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒരു ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു റീക്യാപ്പ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് പറയുമ്പോഴാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വ്യക്തത നമുക്കുണ്ടാകുന്നത്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ അവിടെ കണ്ടത് പ്രവൃത്തിയാൽ ഉള്ള നീതീകരണത്തെ പൗലോസ് എതിർക്കുകയാണ്. പ്രവൃത്തിയാലല്ല. അവിടെ 4-ാം അധ്യായം വായിക്കുമ്പോൾ ഈ 4-ാം അധ്യായം മുഴുവൻ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ഡെഡിക്കേറ്റ് ചെയ്താണ് പൗലോസ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ട വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയം. യഹൂദന്മാരെ സംബന്ധിച്ച് അബ്രഹാം അവരുടെ പിതാവായി അംഗീകരിക്കുകയും അവരേറ്റവും ബഹുമാനത്തോടെ കാണുന്ന അവരുടെ ഇസ്രായേൽ ജാതിയുടെ പരമോന്നതമായ ഒരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അബ്രഹാമിനെ കാണുന്നത്. സോ അവരെ സംബന്ധിച്ച് അബ്രഹാം ദൈവം കഴിഞ്ഞാൽ രണ്ടാമത് ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാമും അതുപോലെ മോശ മുതലായ ആളുകൾക്ക്. അബ്രഹാമിനെ അവർ ഏബ്രഹാമിക് ഡിസെൻഡൻസ് എന്നാണ് അവരെ തന്നെ വിളിക്കുന്നത്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്നാണ് ഇസ്രായേൽ മക്കളെ പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പൗലോസ് ആ അബ്രഹാമിനെ തന്നെ ഒരു ഒബ്ജക്റ്റ് ലെസനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അബ്രഹാമിനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് യഹൂദ ജനത്തോട്, യഹൂദ ക്രിസ്ത്യാനികളോട് അല്ലെങ്കിൽ യഹൂദന്മാരായിട്ടുള്ളവരോട് വാദിക്കുന്ന ഒരു പ്രതിവാദനമാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ പ്രവൃത്തിയാലുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസ് ഖണ്ഡിച്ചു പറയുകയാണ്. അതിന് അബ്രഹാമിൻ്റെ ജീവിതാനുഭവമായിട്ട് അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിക്കുവാൻ സംഗതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിൻ്റെ നീതിയുടെ അവസ്ഥ പ്രവർത്തിയാലാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അബ്രഹാമിന് കൊടുക്കാം. എന്നാൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തിയാലല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്താൽ. അതവൻ്റെ വിശ്വാസം അവന് നീതിക്കായി കണക്കിട്ടു എന്നുള്ള നിലയിൽ തുടർന്ന് മുന്നോട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കേട്ടതാണ്. പ്രവൃത്തിയാലല്ല, അവൻ്റെ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്നത്. ഇന്ന് യഹൂദന്മാരെ സംബന്ധിച്ചും ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചുമുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട അവരുടെ ഒരു വാദമാണ് പരിച്ഛേദന, സർക്കംസിഷൻ. പരിച്ഛേദന എന്ന വിഷയത്തിൽ അവർക്ക് ഭയങ്കര ഒരു വലിയ ആശങ്കയും അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ ആ കൂറും അതിനോടുള്ള അവരുടെ ആ താല്പര്യവും ഒക്കെ ഇറ്റ് വാസ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. അല്ലെങ്കിൽ സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദന എന്നുള്ളത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഒരു വലിയ ഐഡൻറ്റിറ്റി മാർക്ക് തന്നെയാണ്. അപ്പോൾ അടുത്ത പൗലോസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ലെസനായിട്ട് മുന്നിൽ കൊണ്ടുവരുന്നത് ഈ പരിച്ഛേദന എന്നുള്ള അഗ്രചർമ്മം മുറിച്ച് ഇസ്രായേൽ ജനം ദൈവത്തോടുള്ള അവരുടെ ബന്ധം സ്ഥാപിക്കുന്ന പരിച്ഛേദനയുടെ പ്രക്രിയയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, സമയമുണ്ടെങ്കിൽ ആ 3-ാമത്തെ കാര്യം കൂടെ ചിന്തിപ്പാനായിട്ടാണ് ഈ രാത്രികാലം ചിന്തിക്കുന്നത്. 3-ാമത്തെ കാര്യം ന്യായപ്രമാണത്തിലുള്ള യഹൂദന്മാരുടെ പുകഴ്ച, ന്യായപ്രമാണത്തിലുള്ള യഹൂദന്മാരുടെ ആശ്രയം. ഈ 3 കാര്യങ്ങളെ ഖണ്ഡിക്കുകയാണ് 4-ാം അധ്യായത്തിൽ നമ്മുടെ നീളം കാണുന്നത്. അടുത്ത മറ്റു കാര്യങ്ങളുണ്ട്, അതോടെ പിന്നീട് നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ അത് ഉൾപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ദ വർക്ക്സ് കനോട്ട് സേവ്,
അതായത് പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അബ്രഹാമിൻ്റെ ലൈഫിൽ നിന്ന് നമ്മളത് കേട്ടു. ഇന്ന് നമ്മൾ സാധ്യമെങ്കിൽ രണ്ട് കാര്യം കേൾക്കുന്നത്, ഒന്ന്, ദ സർക്കംസിഷൻ കനോട്ട് സേവ്, അല്ലെങ്കിൽ പരിച്ഛേദന കൊണ്ട് ഒരിക്കലും രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് ഇസ്രായേൽ സമൂഹത്തോട്, ഇസ്രായേൽ ഗോത്രങ്ങളോട് പൗലോസിൻ്റെ ഒരു വലിയ വാദമാണ് ഈ അടുത്തൊരു ഭാഗത്ത് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും അടുത്തത് ന്യായപ്രമാണം എന്നുള്ളതും ഒരിക്കൽ കൂടി പൗലോസ് എടുത്തു പറയുകയാണ്, അതും ആർക്കും രക്ഷ വരുത്തുന്നില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ദ സർക്കംസിഷൻ കനോട്ട് സേവ് എ പേഴ്സൺ എന്ന് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ സർക്കംസിഷൻ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. നമുക്ക് അത് ഗൗനിക്കേണ്ട വിഷയമല്ല എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നുമായിരിക്കാം. ബട്ട് വി ക്യാൻ കണക്ട് വിത്ത് സം അതർ അറ്റാച്ച്മെൻറ്റ്സ് ദാറ്റ് വി സ്റ്റിൽ ക്യാരി ടു ക്ലെയിം അവർ ഗ്യാരണ്ടി ഓൺ സാൽവേഷൻ. യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് സർക്കംസിഷൻ പറയുന്നത്. നമ്മെ സംബന്ധിച്ച് ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് വി ആർ നോട്ട് അറ്റ് ഓൾ ബോതേഡ് അബൌട്ട് ദി ആക്ട് ഓഫ് സർക്കംസിഷൻ. ഇത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇറ്റ് മേ നോട്ട് ബി റെലവൻറ്റ്, ബട്ട് ഐ ക്യാൻ ജസ്റ്റ് ഡ്രാഗ് the thought into some other attachments that we still claim as a guarantee for our salvation, or sometime even the guarantee that we could claim ourselves as righteousness. ഈ വാക്യങ്ങളിൽ അടുത്ത് നമ്മൾ 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ പരിച്ഛേദനയെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നു. അപ്പോൾ പരിച്ഛേദന എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ പൗലോസ് ഒരു ചോദ്യോത്തരങ്ങൾ എന്ന നിലയിൽ തന്നെ അങ്ങോട്ട് വീണ്ടും ഒരു ആർഗ്യുമെൻ്റ്, ഒരു ഡയലോഗിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയാണ് അപ്പോൾ നീതീകരിക്കപ്പെടുന്നത്? ഒന്ന്, പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കി. രണ്ട്, പരിച്ഛേദന കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കി. അവിടെ എല്ലാം എങ്ങനെ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് പൗലോസ് ഓരോ ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇവിടെയും പരിച്ഛേദന കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല. ദെൻ ഹൗ ദിസ് റൈറ്റസ്നെസ് ഈസ് ഒബ്റ്റൈൻഡ്? എങ്ങനെയാണ് ഈ നീതീകരണം പരിച്ഛേദന കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ നീതീകരിക്കപ്പെടുമെന്നുള്ള വിഷയമാണ് പൗലോസ് അടുത്തതായിട്ട് തൻ്റെ കേൾവിക്കാരോട്, തന്നെ അഭിസംബോധന ചെയ്ത സഭയോട് അല്ലെങ്കിൽ ജനത്തോട് ഓർപ്പിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവും അത് തന്നെ നമ്മളോടും സംസാരിക്കുമ്പോൾ വി മേ നോട്ട് ബി, ഞാൻ പറഞ്ഞതുപോലെ സർക്കംസിഷൻ മേ നോട്ട് ബി അവർ ഐഡിയൽ, മേ ബി എ കൈൻഡ് ഓഫ് ഐഡൽ ദാറ്റ് വി സ്റ്റിൽ ക്ലെയിം, ബട്ട് വി മേ ഓൾസോ ക്ലെയിം വിത്ത് സം അതർ അറ്റാച്ച്മെൻറ്റ്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ വിശ്വസിക്കുന്ന പാരമ്പര്യം, നമ്മൾ വിശ്വസിക്കുന്ന ഓർഡിനൻസ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതൊക്കെ മേ ബി ഞാനൊരു പെന്തക്കോസ്തുകാരനായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, പെന്തക്കോസ്റ്റലിസം അല്ല എനിക്ക് രക്ഷ ഒരുക്കി തന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പെന്തക്കോസ്റ്റ് വിശ്വാസിയായി ജീവിക്കുമ്പോൾ I have my credit and pride to be a Pentecostal, but I do acknowledge that Pentecostalism is not something which have saved me. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ യഹൂദന്മാർ, അവരെ സംബന്ധിച്ച് ഈ പരിച്ഛേദന അവർക്ക് വലിയൊരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. പരിച്ഛേദന ഏറ്റയാൾ എന്തു ചെയ്യും? അവൻ പ്രൈസ് ദി ലോർഡ്, അവൻ നിത്യ സ്വർഗത്തിന് അവകാശികളായി തീരുമെന്ന് വരെയും അവർ ചിന്തിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്, പൗലോസ് അത് ആദ്യം തന്നെ ഊന്നൽ നൽകി കൊടുക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പരിച്ഛേദനയാലോ പ്രവൃത്തിയാലോ ന്യായപ്രമാണത്താലോ അല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് എല്ലാവർക്കും സൗജന്യമായി നൽകിയതാണ്. ഇറ്റ് ഈസ് ഓൾ ഗിവൺ ഇൻ ഫ്രീ. പ്രൈസ് ദി ലോർഡ്. ലോ ആൻഡ് സർക്കംസിഷൻ cannot allow us to enter into heaven. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മെ അനുവദിക്കുന്നില്ല. സോ ഇവിടെ നമ്മൾ കാണുന്നത് ദ പ്ലാൻ ഫോർ റിസീവിങ് റൈച്ചസ്നസ്. എങ്ങനെയാണ് അപ്പോൾ നീതീകരിക്കപ്പെടുന്നത്? ഇവിടെ ഒരു ഇഷ്യൂ പൗലോസ് 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനോ കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ട് എന്നല്ലോ നാം പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരെ സംബന്ധിച്ച് സർക്കംസിഷൻ, അഗ്രചർമ്മം മുറിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് an ഐഡൻറ്റിറ്റി.
അവരുടെ ഐഡൻറ്റിറ്റിയെ സംബന്ധിക്കുന്ന ഒരു വസ്തുതയാണ്. ഇത് അവരെങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പരിച്ഛേദന ഏൽക്കപ്പെടുന്ന ആള് തീർച്ചയായിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവകാശിയായി, അർഹതയുള്ളവനായി മാറി. ഈ റബിമാരുടെ ഇടയിൽ, യഹൂദ മത പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു വലിയ പറച്ചിൽ തന്നെ അങ്ങനെ തന്നെയാണ്. അതായത് ഒരു 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 സർക്കംസിഷൻ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പരിച്ഛേദന ചെയ്യപ്പെട്ടയാൾ ഒരിക്കൽ പോലും നരകത്തിൽ പോകത്തില്ല. അങ്ങനെയാണ് റബിമാർ, യഹൂദ മതപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതായത് പരിച്ഛേദന ഏറ്റെങ്കിൽ, ഇഫ് യു ഹാവ് ദ മാർക്ക് ഓഫ് ദാറ്റ് സർക്കംസിഷൻ ഇൻ യുവർ ബോഡി, then you will never ever the Lord will never let you go to hell. നിങ്ങളെ ഒരിക്കലും നരകത്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കത്തില്ല. അവരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി, അബ്രഹാമിലൂടെയാണല്ലോ ഇത് ഈ ജനത്തിന്മേലേക്ക് പകർന്നു കൊടുത്തത്. അപ്പോൾ അബ്രഹാം ഈ നരകത്തിൻ്റെ വാതിക്കൽ വന്ന് നിൽപ്പുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് നരകത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഈ പറയുന്ന സർക്കംസിഷൻ ചെയ്യപ്പെട്ട ഒരാളെങ്കിലും അവിടെ വന്ന് പെട്ടുപോയാൽ അവനെ അവിടെ കയറ്റാതെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു പ്രക്രിയ ഈ അബ്രഹാം അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്നാണ് ഈ റബിമാരുടെ ഇടയിൽ, യഹൂദ മതപണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങളിലൊക്കെ കാണുന്ന ഒരു ചിത്രം. അപ്പോൾ അവരിങ്ങനെയും കൂടെ വിശ്വസിക്കുന്നു. ഇനിയും ഏതെങ്കിലും കാരണവശാൽ പരിച്ഛേദന ഏൽക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്ത്, വ്യഭിചാരം ചെയ്ത്, കുറ്റം ചെയ്ത്, അപ്പോൾ അവരുടെ പരിച്ഛേദനയുടെ അടയാളം അവൻ്റെ ശരീരത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവൻ ഈ കുറ്റവും വ്യഭിചാരവും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവനെ എങ്ങനെ, അപ്പോൾ അവർ വിശ്വസിക്കുന്ന ദൈവം സൂപ്പർ നാച്ചുറലി തന്നെ അവരുടെ പരിച്ഛേദനയുടെ അടയാളം നീക്കം ചെയ്തിട്ട് അവനെ നരകത്തിൽ കൊണ്ടിടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സോ ഫോർ ദം the mark of circumcision is an important sign so that they may enter into heaven. അവർ സ്വർഗത്തിലേക്ക് കയറും എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. സോ അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ വഹിക്കുന്നതോടെ ഹിസ് ബോഡി വാസ് പെർമനൻ്റ്ലി മാർക്ഡ്. അതായത് ഇവനെ സ്വർഗത്തിലേക്ക് നിയമിക്കപ്പെട്ടവനാണ് എന്ന് പറയാൻ വേണ്ടി അവൻ്റെ ശരീരത്തിൽ അതിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഏത് സമയത്തും it is also privately marked. That means അത് എല്ലാവർക്കും കാണത്തില്ല, തനിക്ക് മാത്രമേ എപ്പോഴും കാണത്തുള്ളൂ. കാരണം എപ്പോഴും താൻ ബോധ്യവാനാകും, ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ളവനാണ്, ഞാനൊരു പ്രത്യേക ജാതിയാണ്, ഞാൻ മറ്റുള്ളവരിൽ വ്യത്യസ്തനാണ് എന്ന് എപ്പോഴും തന്നെ ആ ബോധം ഉളവാക്കാനായി that circumcision mark would be a private mark for him to personally admit himself to the Lord. ഇതെല്ലാം സംഭവിക്കുമ്പോഴും പൗലോസ് പറയുകയാണ്, യു സ്റ്റിൽ കണ്ടിന്യൂ ഇൻ എ കൺഫ്യൂഷൻ. ഈ സർക്കംസിഷൻ ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാൻ, ദാറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടിങ് യു ടു എൻ്റർ ഇൻ ടു ഹെവൻ. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സർക്കംസിഷൻ ഈസ് ടോട്ടലി കണക്റ്റഡ് വിത്ത് ജൂയിഷ് ടീച്ചിങ് ആൻഡ് ജൂയിഷ് ടീച്ചിങ് ആൻഡ് ദെയർ ലൈഫ്. എന്നാൽ നമ്മൾ പലപ്പോഴും വി ഓൾസോ സംടൈം ടേക്ക് അവേ ഓർ ഗീവ് സം പ്രയോറിറ്റി ഫോർ സച്ച് കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്. അതായത് ഒരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ചില വിശ്വാസ അനുഭവങ്ങൾ, നമ്മുടെ ഡിനോമിനേഷൻ, പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം പെന്തക്കോസ്തുകാരെ മാത്രമാണ് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് വാതിൽ. മേ നോട്ട് ബി. നമ്മൾ പെന്തക്കോസ്തുകാരനായതുകൊണ്ട് ദാറ്റ് നെവർ ഗ്യാരണ്ടീസ് ദാറ്റ് ഹെവൻ ഈസ് ഓപ്പൺ ഫോർ അസ്. അപ്പോൾ നമ്മൾ യഹൂദന്മാർ സർക്കംസിഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ വി ടു ഓൾസോ ക്യാരി സച്ച് കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് വിത്ത് അസ്. എന്നാൽ ഈ രാത്രികാലം പറയട്ടെ, നമുക്ക് ലഭിച്ച രക്ഷ നമ്മൾ പോകുന്ന ഡിനോമിനേഷൻ അല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഓർഡിനൻസ് കൊണ്ടല്ല, നമ്മൾ പിൻപറ്റുന്ന ചില ട്രഡീഷൻസ് കൊണ്ടല്ല, നമ്മൾ ക്ലെയിം ചെയ്യുന്ന ചില അനുഭവങ്ങൾ കൊണ്ടുമല്ല. ഒറ്റ കാര്യം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഹൃദയത്തിൽ അവനെ ഏറ്റെടുത്തതുകൊണ്ടാണ്. ഓൺലി ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രമാണത് സംഭവിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ആവശ്യമുള്ളതാണ്. അത് ഞാൻ അടുത്ത താഴോട്ട് പറയുമ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കും. സോ എ ചർച്ച്, ഡിനോമിനേഷൻ, എവറിത്തിങ് ഈസ് ഞാനത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ പിന്നീട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയും, ഇറ്റ്സ് ഓൾ എ സൈൻ. ഇതെല്ലാം
ആ ദൈവിക ബന്ധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അടയാളം മാത്രമാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ സൈൻ. So it never ever guarantees us that we are into the very real relationship with the Lord. So ഇവിടെ പൗലോസ് അതിനൊരു വലിയ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ ഭാഗ്യ വർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനോ കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ട് എന്നല്ലോ നാം പറയുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ദി മെറിറ്റ് ഓഫ് സർക്കംസിഷൻ ഓർ അൺസർക്കംസിഷൻ, ബട്ട് ഇറ്റ് ഈസ് ദ ഫെയ്ത്ത്. വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്തൊരു പാറ്റേൺ വീണ്ടും പൗലോസ് വ്യക്തമാക്കുകയാണ്. ദിസ് വാസ് എ പ്ലാൻ ഹൗ വി നീഡ് ടു റിസീവ് റൈച്ചസ്നസ് നോട്ട് ത്രൂ സർക്കംസിഷൻ എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. ബട്ട് ദ പാറ്റേൺ ഓഫ് റിസീവിങ് റൈച്ചസ്നസ് എങ്ങനെയാണ് പിന്നെ എന്നാൽ ഈ വിശ്വാസം ഒരുവനിലേക്ക് വരുന്നത്? അത് 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും വ്യക്തമാക്കുകയാണ്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയാലോ അഗ്രചർമ്മത്താലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. So the confusion regarding the circumcision, അതായത് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന ഏറ്റത് കൊണ്ടാണെന്നാണ് യഹൂദന്മാർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, അബ്രഹാം ഒരിക്കലും നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന ഏറ്റത് കൊണ്ടല്ല. നാം ആ ഭാഗം ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ചിന്തയൊന്ന് കൊണ്ടുപോകണം. നിങ്ങളൊന്ന് കുറിച്ച് വെക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് എപ്പോഴാണ്? അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് നമുക്കറിയാം. 15-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, 15-ന്റെ 6 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ക്യാൻ യു ജസ്റ്റ് റീഡ് ഫോർ മീ ജനസിസ് ചാപ്റ്റർ 15 verse 6. And he believed the Lord, and he counted it to him as righteousness. He believed in Lord and counted him as righteousness. ഏകദേശം തൻ്റെ ഒരു 85-ാമത്തെ വയസ്സിലൊക്കെ താൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അവന് നീതിയായി കണക്കിട്ടു എന്ന് അവിടെ വായിക്കുന്നു. എന്നാൽ ഈ പരിച്ഛേദനയുടെ ഉപദേശം അബ്രഹാമിന് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയാമോ? അത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ദൈവം അബ്രഹാമിനെയും വിളിച്ചു വേർതിരിച്ചിട്ട് ഈ പരിച്ഛേദനയുടെ ഉപദേശവും അതിൻ്റെ പ്രമാണവും ഇനിയും നിന്റെ ഇസ്രായേൽ സമൂഹവും എന്ത് ചെയ്യണം? ഇത് ചെയ്ത് നിങ്ങളുടെ വേർപാട് നിങ്ങൾ തെളിയിക്കണമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ എന്ത് ചെയ്യുന്നത്? ഇത് നിയോഗിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് ആദ്യം പരിച്ഛേദനയാണോ ലഭിച്ചത്? നീതീകരണമാണോ ലഭിച്ചത്? ആദ്യം ലഭിച്ചത് നീതീകരണമാണ് ലഭിച്ചത്. എങ്ങനെ? വിശ്വാസത്താലുള്ള നീതീകരണം. പരിച്ഛേദന എപ്പോഴാണ് കിട്ടിയത്? ഇറ്റ് വാസ് എ സബ്സിക്വന്റ് ആക്ട് on the basis of what he has received through faith. വിശ്വാസത്താൽ സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് പിന്നീട് സർക്കംസിഷനായി അല്ലെങ്കിൽ പരിച്ഛേദനയായി 17-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ യഹൂദന്മാർക്ക് ഇത് മനസ്സിലാക്കുന്നില്ല. യഹൂദന്മാർ പറയുന്നത് the very circumcision is the ultimate mark that created Abraham, or that made Abraham as righteous in the sight of God. ദൈവത്തിൻ്റെ മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായി അവനെ മാറ്റിയത് ഈ സർക്കംസിഷനാണ്. എനിക്ക് തോന്നുന്നു ഈ ഉൽപ്പത്തി പുസ്തകം എന്തുകൊണ്ട് യഹൂദന്മാരത് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്ന് എനിക്കറിയത്തില്ല. 15-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവൻ പരിച്ഛേദന ഏറ്റിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കേവലം ദൈവത്തിൽ വിശ്വസിച്ചതിന് പരിണത ഫലമായി ദൈവം അവനെ നീതീകരിച്ചു, അവൻ്റെ വിശ്വാസത്താൽ അവനെ നീതീകരിച്ചു. എന്നാൽ 99-ാമത്തെ വയസ്സിൽ 17-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ താൻ പരിച്ഛേദന ഏറ്റ് താൻ ആ ദൈവിക ഉടമ്പടിയുടെ ഭാഗമായി മാറും. അപ്പോൾ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ റൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ ബാപ്റ്റിസം തന്നെ എടുക്കാം. സ്നാനപ്പെടുന്നത് ഒരിക്കലും രക്ഷിക്കപ്പെടാനുള്ള മുഖാന്തരമല്ല. രക്ഷിക്കപ്പെട്ടവർക്ക് എടുക്കാനുള്ള സൈനാണ്, എടുക്കാനുള്ള മാനിഫെസ്റ്റേഷനാണ് സ്നാനം. പലരും സ്നാനപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചില കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ സ്നാനപ്പെടുക എന്നുള്ളത് they see that it as a decision making moment that I am getting saved. No. If you are saved, then you can enter into the manifestation of that salvation through exhibiting in baptism. നമ്മൾ ശിശുസ്നാനവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? It should happen. The salvation should happen
ബൈ ഫെയ്ത്ത് ഒൺലി. വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ആ റൈറ്റ് അല്ലെങ്കിൽ ആ റിച്വൽ അല്ലെങ്കിൽ ആ അനുഷ്ഠാനം ഒരിക്കലും നമ്മളെ രക്ഷിക്കപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. സോ ആരെങ്കിലും ശിശുസ്നാനത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബൈബിളിൽ ഒത്തിരി റെഫറൻസുകളൊന്നും തപ്പേണ്ട കാര്യമില്ല, ഒന്നും അതിനു വേണ്ടി ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ദ പ്രൊസീജിയർ ഈസ് ഫസ്റ്റ് യു ബിലീവ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അവൻ യഹോവയിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ്റെ നീതിയായി കണക്കിട്ടു. പിന്നീട് 17-ാമത്തെ അധ്യായത്തിലാണ് അവൻ പരിച്ഛേദനയ്ക്കായി ദൈവത്താൽ അവൻ വേർതിരിക്കപ്പെടുകയും ദൈവിക ഉടമ്പടിയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സ്നാനപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മളൊരു ചർച്ചിൽ പോയി അറ്റൻഡ് ചെയ്തതോ നമ്മൾ ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ മെമ്പർഷിപ്പ് ആയതോ അതൊന്നും നമ്മെ നിത്യതയെ ഗ്യാരണ്ടി ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പലരോടും ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ സ്നാനപ്പെടാനൊക്കെ വരുമ്പോൾ ഐ മേക്ക് ദം ഷുവർ ദാറ്റ് ആർ യു റിയലി ബിലീവ്ഡ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ യു. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിശ്വാസം ഹൃദയത്തിലുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദി കമ്പൽഷൻ ഓഫ് പാരൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദി കമ്പൽഷൻ ഓഫ് എത്ര വയസ്സായി എന്നാൽ പിന്നെ സ്നാനപ്പെട്ടേക്കാം. ഇറ്റ് ഈസ് നോട്ട്. അതൊന്നുമല്ല സ്നാനപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നമുക്കൊന്നും ഗ്യാരണ്ടി ആകപ്പെടുന്നില്ല. മറിച്ച് രക്ഷിക്കപ്പെട്ടവർക്കാണ് സ്നാനപ്പെടേണ്ടത്. രക്ഷിക്കപ്പെട്ടവരാണ് വാസ്തവത്തിൽ സ്നാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമേ ഈ സ്നാനത്തിന് പ്രാധാന്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് ഇനി ഞാൻ സ്വർഗം എനിക്ക് സെക്യൂറായി, ഞാൻ ഇനി സ്വർഗത്തിൽ പോകാം. സോ അത് അനുഷ്ഠാനമല്ല നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ദ പാറ്റേൺ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്. അഗ്രചർമ്മത്തിൽ എങ്ങനെ കണക്കിട്ടത് എന്ന് ചോദിച്ചാൽ പരിച്ഛേദനയാലോ അഗ്രചർമ്മത്താലോ എന്ന ചോദ്യമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് പരിച്ഛേദനയാലല്ല, അഗ്രചർമ്മത്താലാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ സർക്കംസിഷൻ ബട്ട് ഇറ്റ് ഈസ് ബൈ ദി അൺസർക്കംസിഷൻ. സോ അഗ്രചർമ്മം ഉള്ളപ്പോൾ തന്നെ അബ്രഹാമിനെ ദൈവം രക്ഷയ്ക്കായി അല്ലെങ്കിൽ നീതിയായി അവൻ്റെ രക്ഷയ്ക്കായി അവനെ വേർതിരിച്ചു, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസത്താൽ അത് അവന് നീതിയായി അത് കണക്കിടാനായിട്ടിടയായി. സോ ദ പാറ്റേൺ ഓഫ് റിസീവിങ് ഈസ് ത്രൂ ഫെയ്ത്ത്. അതാണ് പൗലോസ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ യഹൂദന്മാർക്കൊരു പ്രൂഫ് കൊടുക്കുകയാണ്. ഇനിയും പൗലോസിനോട് സംസാരിക്കുമ്പോൾ വാട്ട് ഈസ് ദ പ്രൂഫ് then of this circumcision അല്ലെങ്കിൽ of this having this righteousness. അപ്പോൾ ഈ പരിച്ഛേദന ഏറ്റതും ഈ ചെയ്തതൊക്കെ എന്താണെന്നുള്ള ചോദ്യം അടുത്തത് വരുമ്പോൾ 11-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടോട് വിശ്വാസിക്കുന്നതോടും കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം. അടുത്തത്, താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന 11-ാമത്തെ വാക്യം വായിച്ച് നിർത്തുന്ന ഇങ്ങനെയാണ്, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. സോ സർക്കംസിഷൻ ഈസ് എ സൈൻ, നോട്ട് എ അൾട്ടിമേറ്റ് റിയാലിറ്റി ഓഫ് എറ്റേണിറ്റി, അല്ലെങ്കിൽ സ്വർഗമോ നിത്യതയോ രക്ഷയോ അല്ല സർക്കംസിഷൻ എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും നമുക്കറിയാം, നമുക്ക് പല നിലത്തിലുള്ള സൈൻ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അബുദാബി എന്ന് പറഞ്ഞ ബോർഡ് കാണുന്നുണ്ട്. ദാറ്റ് സൈൻ ബോർഡ് ഡസൻ മേക്ക്, അല്ലെങ്കിൽ ആ സൈൻ ബോർഡ് കണ്ടതുകൊണ്ട് നമ്മൾ അബുദാബിയിൽ എത്തിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സൈൻ ബോർഡ് ഓൺലി ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് ദ വേ ടു അബുദാബി. അബുദാബിയിലോട്ട് പോകാനുള്ള വഴിയാണ്, അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്ക് പോകാൻ, തിരുവല്ലയിലേക്ക് പോകാനുള്ള, ചെങ്ങന്നൂരിലേക്ക് പോകാനുള്ള വഴി ആണ് ആ സൈൻ ബോർഡിലൂടെ കാണുന്നത്. എന്നാൽ ആ സൈൻ ബോർഡ് ഇരിക്കുന്ന സ്ഥലത്തല്ല ആ സ്ഥലം നിലനിൽക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് പൗലോസ് പറയുന്നത്, പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചു, മറിച്ച് നീതീകരണം ലഭിക്കുന്നത് ദൈവത്തിലുള്ള യേശുവിലുള്ള വിശ്വാസത്താലാണ്. എന്നാൽ ഈ പരിച്ഛേദന എന്ത് ചെയ്യുന്നു? പരിച്ഛേദന പോയിന്റ്സ് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു ദൈവത്തിലേക്കുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച്, ഷോയിങ് ദ റിലേഷൻ വിത്ത് ദ ലോർഡ്. സോ ദിസ് സർക്കംസിഷൻ ഇസ് എ സൈൻ, നോട്ട് ദ ഫാക്ട് ഇൻ ഇറ്റ് സെൽഫ്.
ഇറ്റ് ഈസ് ജസ്റ്റ് ഷോയിങ് ദി റിലേഷൻ ടു ദി ലോഡ്. ദൈവത്തോടുള്ളതിൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വഴിയാണ് ഈ സർക്കംസിഷൻ കാണിക്കുന്നത്. എന്നാൽ സർക്കംസിഷൻ പരിച്ഛേദന ഏൽക്കപ്പെട്ടത് ഒരിക്കലും രക്ഷയ്ക്കായി, നീതിയായി കണക്കിടാനായിട്ട് കഴിയില്ല. അടുത്തത് അതിൻ്റെ കൂടെ തന്നെ വായിക്കുന്നത്, അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർ കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. സോ സർക്കംസിഷൻ ഈസ് എ സീൽ. ദറ്റ് മീൻസ് അതൊരു മുദ്രയാണ്. ദറ്റ് മീൻസ് ഈ വ്യക്തി അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി, ഈ അഗ്രചർമ്മം മുറിച്ച് പരിച്ഛേദന ഏൽക്കപ്പെട്ടതായ വ്യക്തി എന്തിൻ്റെ അടയാളമാണ്? അനേകർക്ക് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. ദറ്റ് മീൻസ് അബ്രഹാം പരിച്ഛേദന ഏൽക്കപ്പെട്ടത് സകലർക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാനുള്ള ഒരു മുദ്രയാണ്. നമുക്കറിയാം, ഒരു ഓഫീസിൽ ചെന്നാൽ ഒരു സ്റ്റാമ്പ് അടിച്ചാൽ ദറ്റ് മീൻസ് ദാറ്റ് ബിക്കം എൻ അതോറിറ്റേറ്റീവ് ഡോക്യുമെന്റ്. ഒരു സ്റ്റാമ്പ് അതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു പേപ്പറിന് വലിയ വിലയാണ്. അപ്പോൾ പരിച്ഛേദന ഏൽക്കപ്പെട്ടതായ അബ്രഹാം നമ്മളെല്ലാവരും നിത്യതയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയില്ല. ബട്ട് ഹി ബിക്കം എൻ അതോറിറ്റേറ്റീവ് seal that we can also connect with God even though we are not circumcised. നമ്മൾ ആരും പരിച്ഛേദനയേറ്റവരല്ല, എന്നാൽ നമുക്കും നിത്യതയ്ക്ക് അവകാശികളാകാമെന്ന് ദൈവം അനാദി കാലങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ് അബ്രഹാമിനെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പരിച്ഛേദന ഏൽക്കപ്പെടുന്നതിന് മുമ്പ് അവനെ ദൈവം വിളിച്ചത് എന്തിൻ്റെ അടയാളമാണ്, എന്തിൻ്റെ മുദ്രയാണെന്ന് ചോദിച്ചാൽ അഗ്രചർമ്മികളായ നമുക്കും നിത്യതയിലേക്ക് പോകാനുള്ള ഒരു വലിയ മുദ്രയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചതിലൂടെ സാധ്യമായതെന്ന് ഓർപ്പിക്കുകയാണ്. സോ പൗലോസ് യഹൂദന്മാരുടെ സകല ചിന്തകളെയും നേരെ തിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന അബ്രഹാമിൻ്റെ പരിച്ഛേദനയല്ല അവനെ നീതീകരിക്കപ്പെട്ടത്. പരിച്ഛേദന പ്രധാനപ്പെട്ടതാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് that made him to enter into that righteousness. അവനെ നീതീകരിക്കപ്പെട്ടവനായി കണക്കാക്കാനായിട്ട് ഇത് സാധ്യമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഞാൻ ഈ ഭാഗം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കാര്യം കൂടിയുണ്ട്. ദൈവം, പ്രൈസ് ദി ലോർഡ്, അനവധി ജാതികളായിരുന്ന നമ്മളും അബ്രഹാമിൻ്റെ സന്തതികളെന്ന് വിളിക്കപ്പെടാൻ നമ്മെ യോഗ്യരാക്കിയത് എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനാദികാലങ്ങൾക്ക് മുമ്പ് തന്നെ, അവൻ പരിച്ഛേദന ഏൽക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ വിശ്വാസികളുടെ ജാതികളുടെ പിതാവാക്കി അവനെ മാറ്റിയത് കൊണ്ട് അത് തന്നെയാണ് പൗലോസ് അടുത്തത് ഓർപ്പിക്കുന്നത്, എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് അതെന്ന് പറഞ്ഞാൽ യഹൂദന്മാരെന്നുള്ള വ്യത്യാസമില്ല, ജാതികളെന്ന് വ്യത്യാസമില്ല. എല്ലാവരും അബ്രഹാമിനെ തൻ്റെ പിതാവെന്ന് വിളിക്കാം. അപ്പോൾ യഹൂദന്മാർ ചോദിച്ചത് ചോദ്യം അത് തന്നെയാണ്. യഹൂദന്മാരല്ലാത്തവർക്ക് ഈ അബ്രഹാം പിതാവാണോ? യെസ്, അവർക്ക് പിതാവാണ്. എങ്ങനെയാണ് പിതാവായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം അബ്രഹാം എൻ്റെ ആരാണ്? എൻ്റെയും പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമും എൻ്റെയും പിതാവാണ്. കാരണം ഞാനും അബ്രഹാം വിശ്വസിച്ചതുപോലെ ഒരു അഗ്രചർമ്മിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. സോ ഐ ക്യാൻ ക്ലെയിം ഏബ്രഹാം ആസ് മൈ ഫോർഫാദർ. എൻ്റെയും ഒരു പൂർവ്വപിതാവായി എനിക്ക് അബ്രഹാമിനെ കണക്കാക്കാം. യഹൂദന്മാർക്ക് ഇത് സമ്മതിക്കാൻ പറ്റത്തില്ല. യഹൂദന്മാർ ഒരിക്കലും ദേ വോണ്ട് കൺസിഡർ എനി അതർ നോൺ ജ്യൂ വുഡ് ബി ദി ഡിസെൻഡന്റ് ഓഫ് അബ്രഹാം. അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് ഒരിക്കൽ പോലും ഒരു യഹൂദനല്ലാത്ത വ്യക്തി അതിന് സമ്മതിച്ചു കൊടുക്കത്തില്ല. എന്നാൽ പൗലോസ് പറയുന്ന, അല്ല, നിങ്ങളും അബ്രഹാമിൻ്റെ സന്തതിയായി മാറുകയാണ്. അതാണ് സക്കായിയോട് യേശു ഒരിക്കൽ പറഞ്ഞ വാക്കും അത് തന്നെയാണ്. നീയും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഇവിടെ രക്ഷ വന്നു. എന്താ അവൻ? പ്രൈസ് ദി ലോർഡ്. ചുങ്കം പിരിക്കാനായിട്ട് പോയപ്പോൾ അവനെ സമൂഹം എന്ത് ചെയ്തു? തൻ്റെ ഭവനത്തിൽ നിന്ന്, തൻ്റെ സമൂഹത്തിൽ നിന്ന്, യഹൂദ വംശത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇനി ഒരിക്കലും തനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊരു അബ്രഹാമിൻ്റെ മകനാണ്, സന്തതിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ്
അവൻ്റെ മേൽ ചാർത്തപ്പെട്ടത് ഒരു അന്യായമായ അധർമ്മമാണ്. അതായത് പ്രൈസ് ദി ലോർഡ്, അവൻ ചുങ്കം പിരിക്കാനായിട്ട് പോയി. യഹൂദന്മാരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 3 വിധത്തിലുള്ള കുറ്റകൃത്യം ചെയ്താൽ അവരെ ടോട്ടലി ഔട്ടാക്കും. 1, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ. 2, കുഷ്ഠരോഗിയായി മാറ്റപ്പെട്ടാൽ. 3, ചുങ്കക്കാരനായ വ്യക്തി. ചുങ്കക്കാരനായ സക്കായി അബ്രഹാമിൻ്റെ സന്തതി അല്ല എന്ന് പറയത്തക്ക നിലയിൽ അവനെ ഭ്രഷ്ടാക്കിയിരുന്നു. എന്നാൽ ഹല്ലേലൂയ, യേശു അത് വ്യക്തമാക്കുകയാണ്. ഒരുവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഒരുവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സക്കായി പിടിച്ചു പറിക്കാൻ പോയി ഒത്തിരി അമിതമായി ആളുകളിൽ നിന്ന് ചതിവായിട്ടൊക്കെ വാങ്ങി. എന്നാൽ സക്കായി യേശുവിനെ വിശ്വസിച്ചപ്പോൾ, അവൻ്റെ തെറ്റേറ്റു പറഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ, ദൈവം യേശു കൊടുത്ത ഒരു വലിയ സർട്ടിഫിക്കറ്റാണ്, നീയും ആരാണ്? യു ആർ ടു ദി ഡിസെൻഡന്റ് ഓഫ് എബ്രഹാം. നീയും അബ്രഹാമിൻ്റെ സന്തതിയാണ്. യു ആർ ടു ദി ഹെയർസ് ഓഫ് എബ്രഹാം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അവനിൽ നിന്ന് നീക്കപ്പെട്ടതായ ടൈറ്റിൽ ദൈവം അവന് തിരിച്ചു കൊടുക്കുകയാണ്. നമ്മെ സംബന്ധിച്ചും നമുക്കും പുകഴാം, അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്. കാരണം if Abraham was being considered as righteousness even though he was uncircumcised, so as an uncircumcised person like me, like a Gentile like us, നമ്മളെപ്പോലെ ജാതികളായ ആളുകൾക്കും ദൈവം കർത്താവിൻ്റെ നിത്യ പദ്ധതിയിലേക്ക് ഓഹരിക്കാരാക്കി. അപ്പോൾ അടുത്ത ചോദ്യം, എന്നാൽ പിന്നെ നിങ്ങൾ അബ്രഹാമിനെ കൊണ്ടുപോയെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അബ്രഹാം ആര്? യെസ്, അതിനും പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് പരിച്ഛേദന ഏറ്റവർക്കും അബ്രഹാം ആരാണ്? ഒരു വിശ്വാസികളുടെ പിതാവായി തന്നെ നിലനിൽക്കുന്നു. പക്ഷെങ്കിൽ പരിച്ഛേദന ഏറ്റതുകൊണ്ടല്ല, അബ്രഹാം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അബ്രഹാം വിശ്വസിച്ചതുപോലെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങളും തുടർന്നാൽ നിങ്ങൾക്കും അത് തന്നെ പറയാം, അബ്രഹാം ഞങ്ങളുടെ പിതാവാണെന്ന്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ത്രൂ ദി മാർക്ക് ഓഫ് സർക്കംസിഷൻ. പരിച്ഛേദന ഏറ്റതിൻ്റെ അടയാളത്താലല്ല നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടേണ്ടത്. മറിച്ച് അബ്രഹാം പോയതുപോലെ തന്നെയുള്ള വിശ്വാസ പാതയിലായിരിക്കുന്നുവെങ്കിൽ യഹൂദനെന്ന് വ്യത്യാസമില്ല, ജാതിയെന്ന് വ്യത്യാസമില്ല, എല്ലാവർക്കും ഈ കർത്താവിൻ്റെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള നിലയിലും അപ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള അബ്രഹാം സ്ഥാപിച്ച അതേ ബന്ധത്തിൽ നമുക്കും തുടരാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടാമത്തെ വലിയൊരു വാദപ്രതിവാദം ഏതിൻ്റെ പേരിലായിരുന്നു? ദി മാറ്റർ ഓഫ് സർക്കംസിഷൻ, അതായത് പരിച്ഛേദന എന്നുള്ള വിഷയത്തിൽ. ഒന്നാമത്തെ വാദം അബ്രഹാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ പ്രവൃത്തി ഒരിക്കലും നിങ്ങളെ നീതീകരിക്കുന്നില്ല, അതിനും അബ്രഹാമിനെ തന്നെ കൂട്ടുപിടിച്ചു. 2, നിങ്ങളുടെ പരിച്ഛേദന, യഹൂദന്മാരോട് പറയാണ്, പരിച്ഛേദന ഒരിക്കലും നിങ്ങളെ നീതീകരിക്കപ്പെടുന്നില്ല, അത് വിശ്വാസത്താലുള്ള അബ്രഹാം ചെയ്തുള്ള വിശ്വാസത്താൽ മാത്രമാണ്. ഈ രാത്രികാലവും നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളോടും നാം പറയേണ്ട കാര്യം ഇത് തന്നെയാണ്. എന്നെ കർത്താവുമായുള്ള എൻ്റെ ബന്ധത്തിൽ എന്നെ നിലനിർത്തിയിരിക്കുന്നത് ഒരു സഭയുടെ ഐഡന്റിറ്റി അല്ല, ഒരു സഭയുടെ ചട്ടക്കൂടുകളല്ല, സഭയുടെ അനുഷ്ഠാനങ്ങളല്ല, അതൊക്കെ വേണം. That's are all the sign of that relationship, but sign doesn't guarantee the ultimate relationship. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പോകാൻ നമുക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ട്, നമുക്ക് നല്ലൊരു സഭയുണ്ട്, നമുക്ക് നല്ല കൃത്യമായ ദൈവവചന ഉപദേശമുണ്ട്. ഇതെല്ലാം പാലിക്കപ്പെടണം. ഉപദേശം, ഞാൻ അടുത്ത ഭാഗം പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അത് തന്നെയാണ്, ന്യായപ്രമാണം, ഉപദേശം എല്ലാം ആവശ്യമായി വരും. എന്നാൽ അത് കർത്താവുമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് അത് അടുപ്പിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൻ്റെ മെമ്പർഷിപ്പ് കൊണ്ട് കാര്യമില്ല, നമ്മൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു അനുഷ്ഠാനം വിശ്വസിക്കുന്നത് കൊണ്ട് കാര്യമില്ല, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കുന്നത് അതിനകത്ത് അർത്ഥമില്ല, ആഭരണമൊന്നും ധരിക്കാതെ നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇഫ് യു ഹാവ് നോട്ട് എൻ്റർ ഇൻ ടു ദാറ്റ് റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം ഇങ്ങനെയുള്ള ചില പ്രവർത്തികളിലും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചില അനുഷ്ഠാനങ്ങളിലും ഊന്നൽ നൽകിയാണ് ജീവിക്കുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വാസ്തവത്തിൽ യഹൂദന്മാരെ പോലെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാസ്തവത്തിൽ വി ഗീവ് പ്രയർ ഇമ്പോർട്ടൻസ് ടു സച്ച് കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്. അത് വേണം. എന്നാൽ അതിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുക, അതിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നിത്യതയിൽ എത്തണമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മോർ ദാൻ ദി അറ്റാച്ച്മെൻറ്റ്, ഇറ്റ് ഈസ് അവർ ഫെയ്ത്ത്.
നമ്മുടെ വിശ്വാസമാണ് നമ്മെ എത്തിക്കുന്നത്. ഇത് പൗലോസിന്റെ രണ്ടാമത്തെ വാദം. മൂന്നാമത്തെ വാദം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, റോമൻസ് ചാപ്റ്റർ 4:13-17, 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് മൂന്നാമത്തെ യഹൂദന്മാരുടെ വലിയൊരു ഗമണ്ട്, അല്ലെങ്കിൽ വലിയൊരു വലിയ പുകഴ്ചയായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രമാണം. ഒന്ന്, അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, രണ്ട്, അവർ ചെയ്ത സർക്കംസിഷൻ, അവരുടെ അടയാളം, അവരുടെ ശരീരത്തിൽ വഹിക്കുന്ന അടയാളത്തെക്കുറിച്ച് അവർ നിത്യത അവർക്ക് ഉറപ്പാക്കുന്നത് ഈ അടയാളമാണെന്ന് പറഞ്ഞതെങ്കിൽ, അടുത്തത് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണം. ആ വിഷയം വരുമ്പോഴും പൗലോസ് ഹാസ് എ ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷൻ ടു ദാറ്റ്. ദ ലോ കനോട്ട് സേവ്. 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ഈ ഭാഗങ്ങളോട് വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത് ദ ലോ കനോട്ട് സേവ്. ന്യായപ്രമാണത്തിനൊരിക്കലും നമ്മെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. ഇവിടെ നാം ന്യായപ്രമാണത്തിൻ്റെ പ്രശ്നം എന്താണ്? വാട്ട് ആർ ദ പ്രോബ്ലംസ് വിത്ത് റിലേറ്റഡ് ടു ദിസ് ലോ? 13-ാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ നമ്മൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. 13-ാമത്തെ അധ്യായമിലെ വാക്യം, ലോകാവകാശിയാകുന്നു എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന് നീതിയാലാണ് ലഭിച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് അതിൻ്റെ ന്യായപ്രമാണത്തിനുണ്ടാകുന്ന ഒരു വീഴ്ചയെക്കുറിച്ച് പറയുന്നത് 14-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഒരു വലിയ പ്രോബ്ലം ഇവിടെ പൗലോസ് വ്യക്തമാക്കുകയാണ്. അതായത്, നിങ്ങൾ ഒരു കൂട്ടർ പറഞ്ഞു ന്യായപ്രമാണമാണ് നിങ്ങളെ രക്ഷിക്കുന്നതെങ്കിൽ പിന്നെ ഈ പറയുന്ന വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാത്രികാലം, ബോത്ത് ലോ ആൻഡ് ഫെയ്ത്ത് ആർ മ്യൂച്വലി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഒന്ന് മാത്രം ഒരാളെ രക്ഷിക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരുവൻ രക്ഷിക്കപ്പെടുന്നില്ല. അവന് ദൈവത്തിലുള്ള വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൂടി ആവശ്യമാണ് നീതീകരിക്കപ്പെടാനായിട്ട്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, നീതീകരിക്കപ്പെടുന്നു, എന്നാൽ പഴയ നിയമത്തിലുള്ള ദൈവിക ന്യായപ്രമാണത്തെ പൂർണ്ണമായി എതിർക്കുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഡേഞ്ചർ. ഇന്ന് ചില സഭകൾ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പഴയ നിയമം കഴിഞ്ഞു, പഴയ നിയമം ഇനി വായിക്കണ്ട, പഴയ നിയമം കീറിക്കളഞ്ഞവരുണ്ട്, പഴയ നിയമം ഉപയോഗിക്കാതെ പുതിയ നിയമം കൊണ്ട് മാത്രം നടക്കുന്നവരുണ്ട്, പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു വലിയ പ്രോബ്ലം, ഒന്നിനോട് മ്യൂച്വലി എൻഗേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അത് തന്നെയാണ് പറയുന്നത്, എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശിയില്ലെങ്കിൽ വിശ്വാസം. ന്യായപ്രമാണം ആചരിച്ചവർ മാത്രമാണ് അവകാശികളെങ്കിൽ ഈ വിശ്വസിച്ച നമ്മളെല്ലാം മണ്ടന്മാരായി. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിനെ വിശ്വസിച്ചു. ഞാനും യഹൂദനെ കാട്ടിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി ദൈവത്തോടുള്ള ബന്ധത്തിൽ യഹൂദന് കിട്ടിയ പദവിയെക്കാട്ടിൽ ഉന്നതമായ പദവി, അല്ലെങ്കിൽ അതേപോലെ അബ്ബാ പിതാവ് എന്ന് കർത്താവൻ ദൈവത്തെ വിളിക്കാനുള്ള പദവിയിലേക്ക്, പുത്രത്വത്തിൻ്റെ ആത്മാവിലേക്ക് എന്നെ നയിച്ചു എന്നൊക്കെ നമ്മൾ അവകാശപ്പെട്ട് നമ്മൾ വലിയ വിശ്വാസത്തിൽ ഗമയടിച്ച് നിൽക്കുകയാണെങ്കിൽ, ന്യായപ്രമാണത്തിൽ മാത്രമാണ് ഒരുവനെ ദൈവം നീതിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസമൊക്കെ വെറുതെയായി. നമ്മൾ ഈ സഭയിൽ പോകുന്നതും ചർച്ചിൽ പോകുന്നതും പാട്ട് പാടുന്നതും ആരാധിക്കുന്നതും വേർപാട് വിശുദ്ധി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും വെറുതെയാണ്. ഒരു അർത്ഥവും അതിനകത്തില്ല എന്ന് വരുമോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. സോ ന്യായപ്രമാണത്തിൽ മാത്രം അധിഷ്ഠിതപ്പെട്ടുള്ള ജീവിതമാണെങ്കിൽ ഇറ്റ് വിൽ ക്രിപ്പിൾ ദി ലോ, ഇറ്റ് വിൽ ക്രിപ്പിൾ ദി ഫെയ്ത്ത്. ഇറ്റ് ഇസ് നോട്ട് ലോ, ഇറ്റ് ഈസ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു? അത് നഷ്ടമാക്കുന്നു. ഇറ്റ് വിൽ ക്രിപ്പിൾ അവർ ഫെയ്ത്ത്. ന്യായപ്രമാണത്തിൽ മാത്രം അധിഷ്ഠിതപ്പെട്ട് നിൽക്കുകയാണ്, ഇറ്റ് വിൽ ക്രിപ്പിൾസ്. അത് നമ്മുടെ വിശ്വാസം വ്യർത്ഥമാക്കി കളയും. നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് തോന്നിപ്പോകും. നമ്മൾ വിശ്വസിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു സാഹചര്യം നമുക്കില്ല. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലമായി ഞാൻ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു എന്ന് ഹൃദയംഗമായി വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ന്യായപ്രമാണമാണ് രക്ഷിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോകും. പൗലോസ് അത് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചതെല്ലാം വ്യർത്ഥമായി പോകും. അടുത്ത കാര്യം പറയുന്നത്, അവിടെ തന്നെ 14-ാമത്തെ വാക്യത്തിൽ പിന്നെ വായിക്കുന്നത്, വാഗ്ദത്തം ദുർബലമെന്ന് വരും.
നമുക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം, ദ പ്രോമിസ് ദാറ്റ് വി റിസീവ്ഡ് വെൻ വി ബിലീവ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, എന്താണ്? അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള ആ വാഗ്ദത്തം, നിത്യ കനാൻ എന്നുള്ള സ്വർഗീയ വാഗ്ദത്തം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മറവായിരുന്ന, ഇസ്രായേൽമാർക്ക് മാർമികമായിരുന്നത്, ഹല്ലേലൂയ, നമുക്ക് വെളിച്ചത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നതായ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായപ്രമാണം ശരിയായിരുന്നെങ്കിൽ, ന്യായപ്രമാണം ഉള്ളവർക്കാണ് അവകാശികളെങ്കിൽ, നമ്മൾ വിശ്വസിച്ചത് വ്യർത്ഥമായനെ, നമ്മുടെ വാഗ്ദത്വവും ദുർബലമായനെ. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർക്ക് ലഭിക്കുന്നതിനെക്കാട്ടിലും ശ്രേഷ്ഠമായ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ മണവാട്ടിയാകാനായി, കർത്താവിൻ്റെ മണവാട്ടിയും സഭയുമായി തീരുവാനായി കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്. സോ നമ്മുടെ ജീവിതത്തിൽ the law doesn't make us into a right relationship with the Lord. If that was happened, if the law was important, then the faith was it was fake. If the law was important, then the promise that we received would be fake. It should be diminished. അതിനൊരു അർത്ഥവും ഇല്ലാതെ ആയിപ്പോയേനെ, അതിന് യാതൊരു പ്രത്യേകതയും ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ it is not on the basis of any kind of, hallelujah, any kind of law or any kind of the things that we carry. വിശ്വാസത്താലല്ല, വിശ്വാസത്തിൻ്റെ ന്യായപ്രമാണത്താലല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. So it cancels the, if law was important, it will cancel the promise. അതുമാത്രമല്ല, അടുത്ത ഭാഗമാണ് വളരെ വ്യക്തമായി അവിടെ കാണുന്നത്. 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ആളുകൾ പാപികളായി തന്നെ ജീവിച്ചിരുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. കാരണം യഹൂദന്മാരെ സംബന്ധിച്ച് ഈ ന്യായപ്രമാണം പാലിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധ്യമല്ല. ആർക്കും 100% ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. സോ ന്യായപ്രമാണം ഒരുവനെ നിത്യതയിലേക്ക് എത്തിക്കാൻ അത് പ്രാപ്തീകരിക്കുന്നില്ല. കാരണം നോബഡി ഈസ് ഏബിൾ ടു ഫുൾഫിൽ ദി 100% of obtaining or living with that law. ഈ ന്യായപ്രമാണത്തെ അനുസരിച്ച് 100% അതുപോലെ ജീവിക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അങ്ങനെ 100% ഈ ന്യായപ്രമാണം പ്രമാണിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വർഗത്തിൽ ആളില്ലാതെ ആകും. ഇറ്റ് വിൽ ബി എ എംപ്റ്റി പ്ലേസ്. എന്നാൽ അവിടെ കൃപ വ്യാപരിച്ചത് കൊണ്ടാണ്, അവിടെ ദൈവകൃപ വ്യാപരിച്ചത് കൊണ്ടാണ്, പ്രൈസ് ദി ലോർഡ്, നമ്മെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റിയത്. ഇഫ് ഇറ്റ് വാസ് ലോ, 100 ലോ തന്നിട്ടുണ്ട്. ഈ 100 ലോയിൽ ഒരു ലോ തെറ്റിച്ചാൽ തീർന്നു, നമ്മൾക്ക് പിന്നെ നിത്യതയില്ല. ന്യായപ്രമാണം അനുഷ്ഠിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഒരു ചെറിയ ലംഘനം അല്ലെങ്കിൽ ചെറിയ പാപം അല്ലെങ്കിൽ ചെറിയ വിഷയത്തിലെല്ലാം നമുക്കുള്ള അവകാശം തന്നെ ഡിലീറ്റ് ആയി പോയേനെ. അതാണ് ഇവിടെ പറയുന്നത്. 15 ന്യായപ്രമാണവും കോപത്തിന് ഹേതുവാകും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ സിൻ. ന്യായപ്രമാണം ഇല്ലാത്തത് ലംഘനവുമില്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഇല്ലാത്തത് ലൂസായിട്ട് നടക്കുന്നു, റൂൾ ഇല്ലാതെ നടക്കുന്നതല്ല. റൂൾസ് കനോട്ട് മേക്ക് യു പെർഫെക്റ്റ്. ഈ പറയുന്ന ന്യായപ്രമാണം ഒരിക്കലും എല്ലാവർക്കും അനുഷ്ഠിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള വസ്തുത പൗലോസ് മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൂടെ ഇതിനകത്തോട് വ്യാപരിച്ചെങ്കിൽ മാത്രമേ ഒരുവന് നിത്യതയോളം എത്താനായിട്ട് കഴിയുകയുള്ളൂ. ന്യായപ്രമാണം മാത്രമായിരുന്നെങ്കിൽ 99 പ്രമാണവും പ്രമാണിച്ചു, 100ാമത്തെ പ്രമാണത്തിൽ നമ്മൾ തെറ്റിപ്പോയെങ്കിൽ നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടേനെ. എന്നാൽ ന്യായപ്രമാണം കൂടാതെ യേശുവിൽ വിശ്വസിച്ച മൂലമായി പാപിയായിരുന്ന എന്നെയും, പ്രൈസ് ദി ലോർഡ്, വലിയ ദോഷിയായിരുന്ന എന്നെയും, ക്രിമിനലുകളും അതുപോലുള്ള വലിയ വലിയ ഘോരമായ പാപം ചെയ്ത വ്യക്തിയും, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു, എന്നെ അങ്ങയുടെ മകനാക്കി മാറ്റി എന്നെ നിത്യരക്ഷയ്ക്ക് യോഗ്യനാക്കി തീർക്കണമേ എന്ന് പറയുമ്പോൾ, അവൻ്റെ പാപം അവൻ ഉപേക്ഷിക്കുമ്പോൾ, അവൻ്റെ ലംഘനങ്ങൾ അവന് ദൈവം മറച്ചു കൊടുക്കുമ്പോൾ, അവൻ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ തെറ്റുകളെ എല്ലാം ദൈവം ഡിലീറ്റ് ചെയ്തിട്ട് അവനെ നിത്യ ജീവൻ്റെ ഓഹരിക്കാരനാക്കി മാറ്റുമ്പോൾ, the heaven will be rejoicing and there would be a chance to get a space in heaven. സ്വർഗത്തിൽ നമുക്ക്, so it condemns the sinners.
ന്യായപ്രമാണം ഉണ്ടെങ്കിൽ ഒരാളും രക്ഷപ്പെടത്തില്ല. എല്ലാവരും ന്യായപ്രമാണത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വീഴും. എന്നാൽ ന്യായപ്രമാണത്തിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവകൃപയുണ്ട് എന്നതുള്ള അടുത്ത ഭാഗം അതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അതുകൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്താനായിട്ട് പോവുകയാണ്. ദ പവർ ഓഫ് ഫെയ്ത്ത്. ഈ വിശ്വാസം എന്തിനൊക്കെ സാധ്യമായി തീർന്നു, ഈ വിശ്വാസം എന്തിനൊക്കെ അനുഗ്രഹമായി തീർന്നു. ഈ ന്യായപ്രമാണം കൂടാതെ, ഈ ന്യായപ്രമാണത്തിൻ്റെ അവസ്ഥകൾ കൂടാതെ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിഞ്ഞ ആ വിശ്വാസം, വാട്ട് ഈസ് ദ പവർ ഓഫ് ദാറ്റ് ഫെയ്ത്ത്, അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ഇറ്റ് അഡ്മിറ്റ്സ് ദ നീഡ് ഫോർ ദ ഗ്രേസ്. അത് 15-ാമത്തെ വാക്യം അതിൻ്റെ ആദ്യ ഭാഗം. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. ഇറ്റ് ഈസ് ത്രൂ ഫെയ്ത്ത്, നോട്ട് ബൈ ലോ. ഇറ്റ് ഈസ് ത്രൂ ഫെയ്ത്ത് ദാറ്റ് ഐ റിസീവ്. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് കൃപാദാനം. കർത്താവ് നമുക്ക് വേണ്ടി തന്ന നിത്യത, അത് ഇറ്റ് ഈസ് ത്രൂ ഗ്രേസ്. സോ ന്യായപ്രമാണം മാറിയത് കൊണ്ട് അവിടെ എന്ത് വ്യാപരിച്ചു? ദൈവകൃപ വ്യാപരിച്ചു. ന്യായപ്രമാണം മാറിയതുകൊണ്ട് there came an element of grace. കൃപയാ ലഭിക്കുന്ന ദാനം എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെയും നിങ്ങളുടെയും തെറ്റുകൾ കണക്കാക്കാതെ, എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ അനുഭവങ്ങൾ കണക്കാക്കാതെ, സ്റ്റിൽ വി ഹാവ് അറ്റൈൻഡ് ദാറ്റ് സാൽവേഷൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയും തെറ്റുകളൊന്നും എണ്ണി വെച്ചാൽ നമുക്ക് ഈ നിത്യത ഒരിക്കലും അവകാശപ്പെടുകയില്ല. വി വെർ നോട്ട് വർതി ടു റിസീവ് ദിസ് ഹെവൻ. ഈ നിത്യതയും ഈ രക്ഷയും പ്രാപിക്കാൻ നമ്മൾ യോഗ്യരല്ലായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ റൂൾസ് മാറിയപ്പോൾ there came a space to exercise grace. ദൈവകൃപ അവിടെ വ്യാപരിച്ചു. മാത്രമല്ല, അടുത്ത ഭാഗം വായിക്കുന്നത്, വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. ഇറ്റ് അഷ്വേഴ്സ് ദ സോൾ ഓഫ് സാൽവേഷൻ. എല്ലാവർക്കുമുള്ള രക്ഷ. ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഞാനും നിങ്ങളുമൊക്കെ നിത്യനരകത്തിൻ്റെ അംശികളായിത്തീർന്നവർ. ഇന്ത്യയിലൊക്കെ ദൈവിക നിയോഗത്താൽ അനേക മിഷണറിമാർ വന്ന് പ്രവർത്തിച്ചു. യേശുവിൻ്റെ യേശു ഈ ലോകത്തിൽ വന്നതോടുകൂടി അവൻ കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടതിൻ്റെ സാക്ഷികളായി അനേക ശിഷ്യന്മാർ അനേക ഇടങ്ങളിലേക്ക് ചിതറി. അവിടെയെല്ലാം കർത്താവിൻ്റെ വചനം അറിയിച്ച് ഈ സുവിശേഷം ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ പുറത്തുള്ളവരിലേക്ക് പകർന്നു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ രക്ഷ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇഫ് ഇറ്റ് വാസ് മിസ്ഡ് വിത്ത് അസ്, നമ്മളിൽ നിന്നത് ലഭ്യമാകാതെ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയും നടക്കത്തില്ല, ഇങ്ങനൊരു സഭയും ഇവിടെ ഇല്ല, ഇവിടെ ഈ സംവിധാനങ്ങളൊന്നും കാണത്തില്ല. ഓൺലി എ സെലക്ട് ഗ്രൂപ്പ് who were under the law would enter into eternity and rejoice all with that blessings. അങ്ങനെയുള്ള ആ അനുഗ്രഹത്തോട് ചേർന്ന് അവരിന്ന് ഇരുന്നേനെ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, ന്യായപ്രമാണത്തിന് അപ്പുറത്തുള്ളവർക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്ന എല്ലാവർക്കും, അബ്രഹാമിൻ്റെ സന്തതികൾക്ക് മാത്രമല്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക്. ഏതാ? ഞാൻ ഈ 15-ാം അധ്യായം ജെനസിസ് 15 പറഞ്ഞില്ലേ, അവൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടെന്ന് പറയുന്നത്. ഇഫ് യു റിസീവ് ദാറ്റ് സെയിം ഫെയ്ത്ത്, no matter if you are Jew or a Gentile, you will attain salvation. So it assures the soul of salvation. മൂന്നാമത്തത് അവിടെ തന്നെ പറയുന്നത് 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ. It acknowledges the power of God to save. നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായപ്രമാണത്തിൻ്റെ വസ്തുതകൾ നീങ്ങിയത് കൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ശക്തി അറിയാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്കൊരു ഇടമീറ്റിംഗ് ഞാൻ പറഞ്ഞതുപോലെ, ശമരിയ സ്ത്രീ എന്താ ചെയ്തത്, അല്ലെങ്കിൽ കനാന്യ സ്ത്രീ എന്താ ചെയ്തത്? അവൾ ചെന്ന്
മേശമേൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ വേണമെങ്കിൽ പോലും എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്കാണ് ആ കനാന്യ സ്ത്രീ എത്തപ്പെട്ടത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് മേശമേൽ നിന്ന് തന്നെ ഭക്ഷിക്കാനായി കർത്താവ് നമുക്കൊരു അവകാശം തന്നത്. വി കുഡ് സീ ദ സെയിം പവർ ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം, മാറായ മധുരമാക്കിയ ദൈവം, ഇസ്രായേൽ ജനത്തിന് മന്നയും കാടപ്പക്ഷിയും പൊഴിയിച്ച ദൈവം, പ്രൈസ് ദി ലോർഡ്, ആ ദൈവത്തിൻ്റെ ശക്തി അതേ അളവിൽ ദൈവം എനിക്കും അനുഭവിക്കാൻ ഇടയാക്കിയത് ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളത് കൊണ്ട് മാത്രം, കീഴിലില്ലാത്തത് കൊണ്ട് എനിക്കും ആ അനുഭവം, ആ ശക്തി അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നാൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് മാത്രമേ കാടപ്പക്ഷിയെ കിട്ടത്തുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് മാത്രമേ ആ ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദൈവശക്തി അവർക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് കാണാൻ കഴിഞ്ഞതിലും അധികം വലുപ്പമുള്ള ശക്തി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത് ബിക്കോസ് ഓഫ് ദാറ്റ് എക്സ്റ്റെൻഷൻ ഓഫ് ദാറ്റ് ഗ്രേസ്, ബിക്കോസ് ഓഫ് ദാറ്റ് ഗോഡ്സ് പ്ലാൻ ടു മൂവ് ഔട്ട്സൈഡ് ദി ലോ. ന്യായപ്രമാണത്തിൻ്റെ പുറത്തും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിഞ്ഞതാണ്. അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ള എനിക്കും ഉള്ളത് കൊണ്ട് അത് സാധ്യമായി. അവസാനം 17-ാമത്തെ വാക്യം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ച് എന്നുള്ള അനുഭവത്തിലേക്കും എത്തുവാനായി. ഇറ്റ് അലോസ് ഓൾ വിൽ ബി സേവ്ഡ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടാനൊരു അവസരമുണ്ടായി. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ദാറ്റ് വാസ് ദി ഫെയിലിയർ ഓഫ് ലോ. ന്യായപ്രമാണത്തിൻ്റെ പരാജയവും അതുതന്നെയായിരുന്നു. വിശ്വാസത്തിൻ്റെ വിജയം എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ പരാജയം കേവലം പരിമിതമായ യഹൂദ സമൂഹത്തിന് മാത്രം പരിമിതപ്പെട്ടിരുന്നതായ ഈ രക്ഷയുടെ അല്ലെങ്കിൽ നീതീകരണത്തിൻ്റെ അവസ്ഥ ദൈവം എനിക്കും വേണ്ടി ഒരുക്കി തന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കാൻ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണം. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസാനുഭവങ്ങളും എൻ്റെ പ്രമാണങ്ങളും എൻ്റെ പാരമ്പര്യങ്ങളൊക്കെ വലുതാണ്, അത് നല്ലതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഐ ആം ട്രൂലി ഗ്ലാഡ് ദാറ്റ് ഐ ആം എ പെൻഡക്കോസ്റ്റൽ, ബട്ട് I am also aware, acknowledging that it is not on my maybe my tradition and the kind of beliefs that I keep helped me to attain that eternity. ഒരിക്കലും പെന്തക്കോസുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചത് കൊണ്ടോ, പ്രൈസ് ദി ലോർഡ്, ചിലതൊക്കെ ഉപേക്ഷിച്ച് ജീവിച്ചത് കൊണ്ടോ, ചിലതൊക്കെ വേണ്ടാന്ന് വെച്ച് വി ഫോളോഡ് എ സെപ്പറേറ്റ് ട്രാക്ക്, ഇതൊന്നും അല്ല എന്നെ വാസ്തവത്തിൽ സന്തോഷിപ്പിക്കുകയും നീതീകരിക്കുകയും ചെയ്തത്. എനിക്ക് സന്തോഷം വന്നത്, ഐ വാസ് മച്ച് ഗ്ലാഡ് ബിക്കോസ് പ്രൈസ് ദി ലോർഡ്, എന്നെ നീതീകരിച്ചത് യേശു ക്രിസ്തുവിൽ, അവൻ്റെ രക്തത്തിലും അവൻ്റെ പുണ്യാഹ രക്തത്തിൽ ഞാൻ വിശ്വസിച്ചതും അതെനിക്ക് രക്ഷയായി തീർന്നതുമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം. ബട്ട് the signs that I follow, the separation that I keep, the tradition that I follow, the denomination, the church that I believe and I follow, these are all a kind of a sign that makes me or helps me to get into right relationship with the Lord. അപ്പോൾ ഞാനൊരു പെന്തക്കോസ്തുകാരനായിരിക്കുന്നത് കൊണ്ട് that helps me to get in right relationship with the Lord. ഞാനൊരു സ്നാനപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് that makes me to have a right relationship with the Lord. ദൈവത്തോടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അല്ല സ്നാനപ്പെടുന്നത്, ബന്ധം സ്ഥാപിച്ചവർക്കുള്ളതാണ് സ്നാനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ that all the things that we follow would ultimately makes a seal, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ seal or a sign towards our relationship with the Lord. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് അത് കാരണമായി തീരുന്നു. ഇന്ന് ഈ രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ പൗലോസ് ഖണ്ഡിച്ചിരിക്കുകയാണ്. 1, പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെടുന്നത്. 2, പരിച്ഛേദനയാലല്ല നീതീകരിക്കപ്പെടുന്നത്. 3, ന്യായപ്രമാണത്തിനല്ല നീതീകരിക്കപ്പെടുന്നതെന്ന് ഈ 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ അത് പൗലോസ് അവിടെ സ്ഥാപിക്കുകയാണ്.
അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞ് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയും. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കേൾക്കപ്പെട്ട വചനങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നാം എല്ലാവരും ദൈവത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമല്ലോ. ഞാനായിരിക്കുന്നതായ എൻ്റെ ഹല്ലേലൂയ എൻ്റെ അവസ്ഥകളോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഞാനും ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്.